തെർമൽ എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും ക്വസ്റ്റ്യൻസും ബേസ് ചെയ്തിട്ടാണ് ഡിസ്കഷൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന തെർമോഡൈനാമിക് സിസ്റ്റവും അതിന്റെ ക്ലാസിഫിക്കേഷൻസും ആണ്. അപ്പോൾ നമ്മൾ തെർമോഡൈനാമിക് സിസ്റ്റം അല്ലെങ്കിൽ ചുമ്മാ സിസ്റ്റം എന്ന് പറയാറുണ്ട്. സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്പേസ് വെയർ സം തെർമോഡൈനാമിക് പ്രോസസ് ഈസ് ടേക്കിംഗ് പ്ലേസ്. അതായത് അതൊരു സ്പേസ് ആണ്, അതൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് എന്തുണ്ട്, എന്തോ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പ്രോസസ്സ് സംഭവിക്കുന്ന ആ സ്ഥലത്തിനെയൊക്കെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, സിസ്റ്റം ആയിട്ട് കണക്കാക്കാം. അതൊരു ഐസും കട്ടയാവാം, ഒരു റൂമിന്റെ അകത്ത് എയർ കണ്ടീഷനിങ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാവാം. ഇതെല്ലാം തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ്. ഇങ്ങനെ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ നടക്കുന്ന ഏതൊരു സ്പേസിനെയും നമുക്ക് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ സിസ്റ്റത്തിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ മൊത്തം വരുന്നത് രണ്ട് പേരുടെ പേരിലാണ്. ഒന്ന് ഹീറ്റിനെ നമ്മൾ ക്യൂ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറ്. രണ്ടാമത്തെ ആള് മാസും. ഇവർ രണ്ടുപേരും വെച്ചിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ പോണത്. അതിനകത്ത് ആദ്യത്തെ ആൾ എടുക്കുകയാണ് ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലോസ്ഡ് സിസ്റ്റം ഹീറ്റിനെ കടന്നു പോകാനായിട്ട് സമ്മതിക്കും. അതായത് ആ സിസ്റ്റത്തിന്റെ വെളിയിലോട്ട് ഹീറ്റിനെ കടന്നു പോകാനായിട്ട് സമ്മതിക്കും, പക്ഷെ മാസ് കടന്നു പോകാനായിട്ട് സമ്മതിക്കില്ല. അങ്ങനെയുള്ള സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് സിസ്റ്റം. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഒക്കെ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മളൊരു സ്റ്റീലിന്റെ ഒരു എന്താ പറയാ ഒരു കുപ്പി എടുത്തേക്കുക. തെർമൽ ഫ്ലാസ്ക് അല്ല, ഒരു സ്റ്റീലിന്റെ ഒരു കുപ്പി. ആ കുപ്പിക്കകത്തേട്ട് നമ്മൾ ചൂടുള്ള വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ചൂട് പതിയെ പതിയെ ആറിപ്പോവും അല്ലെ. കാരണം അതിന്റെ പുറത്തോട്ട് ആ സിസ്റ്റത്തിന്റെ വെളിയിലോട്ട് ഹീറ്റ് നഷ്ടപ്പെട്ടു പോവാണ്. പക്ഷെ വെള്ളത്തിന്റെ അളവ് ഒരിക്കലും കുറയില്ല. അതായത് മാസ് വെളിയിലോട്ട് പോകണില്ല. അതായത് ഹീറ്റ് വെളിയിലോട്ട് പോകാൻ സമ്മതിക്കും, പക്ഷെ മാസ് വെളിയിലോട്ട് പോകാൻ സമ്മതിക്കാത്ത സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് സിസ്റ്റം. രണ്ടാമത്തെ ഓപ്പൺ സിസ്റ്റം കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ലോജിക്ക് കിട്ടാനായിട്ട് ഞാൻ വെള്ളത്തിനെ മാറ്റിയിട്ട് പെട്രോൾ ആക്കുവാണ്. നിങ്ങൾ ഈ ഒരു പറഞ്ഞ കുപ്പിയിൽ പെട്രോൾ ഒഴിച്ച് വെക്കുക, പക്ഷെ അതിന്റെ അടപ്പ് ഓപ്പണാണ്. അതുകൊണ്ടാണ് അതിന് ഓപ്പൺ സിസ്റ്റം നമുക്ക് കൺസിഡർ ചെയ്യാം. അതിന്റെ അതിന് അടപ്പില്ല, അതിന് മേലെ ലിഡില്ല, അത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ അന്നേരം നമുക്ക് കാണാം പെട്രോളിന്റെ ചൂടും കുറയും. അതായത് വെളിയിലുള്ള എയറിന്, പെട്രോളിന് ഇപ്പോൾ ചൂടുണ്ടായിരുന്നതായിരിക്കാം, ചെറിയ ചൂടുണ്ടായിരുന്നു, പെട്രോളിന്റെ ചൂടും കുറയും. അതുപോലെ തന്നെ അതായത് പെട്രോൾ പുറത്തോട്ട് ഹീറ്റിനെ കടത്തി വിടും, ഒപ്പം തന്നെ അത് എന്തിനേയും കൂടെ കടത്തി വിടും, മാസിനെയും കൂടെ കടത്തി വിടും. കാരണം കുറച്ചു നേരം കഴിയുമ്പോൾ പെട്രോളിന്റെ അളവ് കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം പെട്രോൾ ഇവാപറേറ്റ് ചെയ്ത് മേലോട്ട് പോകും. അപ്പൊ ഇങ്ങനെയുള്ള സിസ്റ്റത്തിനെ ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കാം. അത് ഹീറ്റിന്റെ ട്രാൻസ്ഫർ സമ്മതിക്കും, അതുപോലെ തന്നെ മാസിന്റെ ട്രാൻസ്ഫർ സമ്മതിക്കും. ഇനി മൂന്നാമത്തെ ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലേറ്റഡ് ആണ്. നമ്മൾ കൊറോണയ്ക്കൊക്കെ ഐസൊലേറ്റഡ് എന്താണെന്നുള്ളത് കേട്ടേക്കണേ. അതായത് ഒരു സാധനം വെളിയിലോട്ട് പോകില്ല. ആ ഒരു സിസ്റ്റത്തിന്റെ അകത്തുനിന്ന് വെളിയിലോട്ട് ഹീറ്റും പോകില്ല, അതുപോലെ തന്നെ മാസും പോകില്ല. ഇങ്ങനെയുള്ള സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. അതിനൊരു എക്സാമ്പിൾ നമുക്ക് തെർമൽ ഫ്ലാസ്ക് പറയാം. കാരണം തെർമൽ ഫ്ലാസ്കിന്റെ അകത്ത് നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിന്റെ അളവും കുറയില്ല, അതായത് മാസം പുറത്തോട്ട് പോകില്ല, അതുപോലെ തന്നെ ഹീറ്റ് നഷ്ടപ്പെടില്ല, ചൂട് നഷ്ടപ്പെട്ടു പോകില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് മൂന്ന് രീതിയിൽ സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിൽ കൂടി സിസ്റ്റത്തിന്റെ ഒപ്പം രണ്ട് കാര്യം കൂടെ ഡിസ്കസ് ചെയ്ത് പോവാണ്, ബൗണ്ടറിയും അതുപോലെ തന്നെ സറൗണ്ടിങ്ങും. ഇനി നമ്മൾ എപ്പോഴും ഈ സിസ്റ്റം എന്താണെന്നുള്ളത് പറഞ്ഞു. അതായത് ഒരു പ്രോസസ്സ് ടേക്ക് പ്ലേസ് ചെയ്യുന്ന സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റം. അപ്പൊ അതിന്റെ അകത്ത് എന്തോ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇനി സിസ്റ്റം അല്ലാതെ ഇതിന്റെ വെളിയിലുള്ള എല്ലാ സാധനത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സറൗണ്ടിങ്സ്. ആ സിസ്റ്റം അല്ലാതെ വെളിയിൽ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന പേരാണ് സറൗണ്ടിങ്. അതായത് ഈ സിസ്റ്റം എന്ന് പറഞ്ഞത് ഒരു റൂമായിരിക്കാം. ആ റൂമിൽ എയർ കണ്ടീഷനിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആ റൂമാണ് നമ്മുടെ സിസ്റ്റം. ആ റൂമിന്റെ വെളിയിൽ ഈ പ്രപഞ്ചത്തിൽ പിന്നെ യൂണിവേഴ്സിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മുടെ സറൗണ്ടിങ്സ് ആയിട്ടാണ് കണക്ക് കൂട്ടണത്. അപ്പൊ ഈ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറി ഉണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ ഒരു ചുവന്ന ലൈൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കണേ. ആ ബൗണ്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആ ഒരു ലൈൻ ഉണ്ടാവും, ആ ലൈൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൗണ്ടറി. ഈ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് റിയൽ ആവാം, അതുപോലെ തന്നെ ഇമാജിനറി ആവാം. റിയൽ ഓർ ഇമാജിനറി ലൈൻ എന്നാ പറയുന്നത്. അപ്പൊ ആ റിയൽ ഓർ ഇമാജിനറി ലൈൻ്റെ പണി എന്താ, സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ വേർതിരിക്കുക. അത് റിയലോ ഇമാജിനറി ആവാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഇപ്പൊ നമ്മള് റൂമിന്റെ കേസ് പറഞ്ഞു, റൂമിൽ എ സി വെക്കുന്ന കേസ് പറഞ്ഞു. അപ്പൊ ഈ റൂമിന്റെ ഇതിന്റെ അകത്താണ് എ സി വെക്കേണ്ടത്, ഇതിന്റെ പുറത്ത് മൊത്തം സറൗണ്ടിങ് ആണ്. അപ്പൊ ഇവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അവിടെ കോൺക്രീറ്റിന്റെ വാൾസാ ഉള്ളത്. അത് ഒറിജിനൽ ആയിട്ടുള്ള സാധനമാണ്, റിയൽ ആണ്. പക്ഷെ നമ്മളൊരു ഐസും കട്ടനെ പറ്റി പഠിക്കണ വിചാരിക്കാം. നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഐസും കട്ടയാണ്. ഐസും കട്ടയുടെ വെളിയിൽ മൊത്തം ഉള്ളത് എല്ലാ സറൗണ്ടിങ്സാ. ഇവർ തമ്മിൽ വേർതിരിക്കാനായിട്ട് അവിടെ ഒരു ബൗണ്ടറി ഇല്ല, അവിടെ ഒരു ലൈനൊന്നുമില്ല, അവിടെ ഈ പറയുന്ന ഭിത്തി പോലെ വാളൊന്നുമില്ല, ചുമരില്ല. പക്ഷെ അവിടെ നമുക്കൊരു ലൈൻ അവിടെ ഇമാജിൻ ചെയ്യണം. അപ്പൊ അവിടെ ഈ ബൗണ്ടറി എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ സറൗണ്ടിങ്ങിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് ഇമാജിനറിയാണ്. അതായത് ബൗണ്ടറി എന്ന് പറയുന്നത് റിയൽ ആവണമെന്നില്ല, റിയൽ ഓർ ഇമാജിനറി ലൈൻ വിച്ച് സെപ്പറേറ്റ്സ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ആർ കോൾഡ് ബൗണ്ടറി. ഇനി സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞ പോലെ സിസ്റ്റം അല്ലാതെ സിസ്റ്റത്തിന്റെ വെളിയിൽ ബാക്കി എന്തൊക്കെയുണ്ടോ, എനിത്തിങ് ഔട്ട്സൈഡ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം ഈസ് കോൾഡ് സറൗണ്ടിങ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് ഓർ എക്സ്റ്റൻസിക് പ്രോപ്പർട്ടി. ഇവരെ പറ്റിയിട്ടാണ്. ഇനി അതിന് വേറെ പേരും കൂടെ ഉണ്ട്, ഓൾസോ നോൺ ആസ് ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. അപ്പൊ രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്.
Properties which depends upon the size of the system are called extensive property. Properties which does not depends upon the size of the system are called intensive property. അതായത് അതായത് ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന ആളെന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദ സിസ്റ്റം ആണ്. സൈസ് ഓഫ് ദ സിസ്റ്റത്തിനെ ഈ പറയുന്ന പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കും. ഇനി പ്രോപ്പർട്ടി എന്ന് പറയുന്ന സാധനം ഇൻഡിപെൻഡന്റ് ഓഫ് ദ സൈസ് ആണ്, സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സൈസായിട്ട് ഒരു ബന്ധമില്ല, അങ്ങനെയാണ് നമ്മൾ അതിനെ ഇന്റൻസീവ് എന്ന് വിളിക്കും. ഓർത്തിരിക്കാനായിട്ട് ഇത്രയും ചെയ്താൽ മതി. ഇന്റൻസീവിന്റെ ഫ്രണ്ടിലാണ് IN ഉള്ളത്, അപ്പൊ ഇന്റൻസീവ് ഉള്ളത് ഇൻഡിപെൻഡന്റ്, IN ഇല്ലാത്തത് ഡിപ്പെൻഡ്. ഓക്കെ, പിന്നെ വേറെ പേരുണ്ട്, ഇന്റൻസീവിന് പകരം ഇൻട്രൻസിക് എന്ന് പറയാറുണ്ട്, എക്സ്റ്റൻസീവിന് പകരം എക്സ്റ്റൻസിക് എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഞാൻ ലോജിക് മനസ്സിലാൻ വേണ്ടി പറയാം. ഇപ്പൊ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ, ഇപ്പൊ മാസ് എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഒരു ഇഷ്ടികയുടെ കട്ട ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ മാസ് 10 കിലോ ആയിരുന്നു, അതിന് നമ്മൾ രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഇപ്പുറ സൈഡിൽ 5 വരും, അപ്പുറ സൈഡിൽ 5 വരും, 5 ഡിവൈഡ് ആയി പോകും. ഇപ്പൊ ഈ മാസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അതിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനെ പകുതിയായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി, മാസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി രണ്ടായിട്ട് പതിയെ പോയി, 5 ഡിവൈഡ് ആയി പോയി. ഇതേപോലുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. വേറെ എക്സാമ്പിൾസ് ആണ് വോളിയം, ഇന്റേണൽ എനർജി, എക്സെട്ര. ഇനി ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇവർ സൈസിനും ഡിപ്പെൻഡ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇങ്ങനെ ഇത്രയും വലിയൊരു ഇഷ്ടിക ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചേക്കുക. ഈ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ, വെള്ളം നമ്മൾ തിളപ്പിച്ചിട്ടാണ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ വെള്ളത്തിനെ ഞാൻ 2 പാത്രത്തിലോട്ട് മാറ്റി, മുറിച്ച് 2 പാത്രത്തിലോട്ട് മാറ്റി. അന്നേരം എൻ്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? 50 കുറയോ? ഇല്ല, പകുതിയാവില്ല. പകരം ഇവിടെ 100 ആയിരിക്കും, അപ്പുറ സൈഡിൽ 100 ആയിരിക്കും. സോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ സാധനം സൈസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. എത്ര ചെറുതാക്കി മുറിച്ച് കഴിഞ്ഞാലും ആ വസ്തുവിന്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പൊ ഇങ്ങനെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കും. ടെമ്പറേച്ചർ, അതുകൂടാതെ ഡെൻസിറ്റിയും പ്രഷറൊക്കെ അവർക്ക് എക്സാമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ടെമ്പറേച്ചർ, ഹീറ്റ്, വർക്ക്, എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി. കുറച്ചധികം പേരെ നമുക്ക് ഡിഫൈൻ ചെയ്യാണ്ട്. ഫസ്റ്റ് തന്നെ ടെമ്പറേച്ചറിലോട്ട് വരാം. ടെമ്പറേച്ചറും ഹീറ്റും രണ്ട് സാധനങ്ങളാണ്. ആദ്യം തന്നെ അത് മനസ്സിലാക്കുക. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എനർജി തന്നെയാണ്, അത് മനസ്സിലാക്കുക. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ്, ചൂടാണോ തണുപ്പാണോ എന്നുള്ളത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. കെൽവിലാണ് ആ സാധനം മെഷർ ചെയ്യാറുള്ളത്. ഇനി സാധാരണ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഈ സാധനത്തിനെ കാണാറുണ്ട്. കാലാവസ്ഥയൊക്കെ പറയുമ്പോൾ ഡിഗ്രി സെൽഷ്യസിലാണ് പറയാറ്. ഇനി ഡിഗ്രി സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. TK = ടെമ്പറേച്ചർ ഇൻ കെൽവിൻ = TC + 273 ചെയ്താൽ മതി. ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് + 273 ചെയ്താൽ മതി. ഇനി അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ആ ടേം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് എനി സബ്സ്റ്റൻസ് കുഡ് എക്സിസ്റ്റ് ഈസ് കോൾഡ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അതായത് ഒരു വസ്തുവിന് നിലനിൽക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഒന്നല്ലെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസ് അഥവാ 0 കെൽവിൻ. ഈ 0 കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്ത് എങ്ങനെയാണോ, -273 ഡിഗ്രി സെൽഷ്യസ് ആണ് ഞാൻ കൺവേർട്ട് ചെയ്യാനായിട്ട് ഇവിടെ സബ് ചെയ്താൽ മതി. ഇപ്പോൾ -273 ഇവിടെ കൊടുക്കുമ്പോൾ -273 + 273 വാല്യൂ 0 ആയിട്ട് മാറും. അപ്പൊ രണ്ട് സെയിം സാധനം തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ക്ലൈമറ്റ് കാണുമ്പോൾ -40 ഡിഗ്രി സെൽഷ്യസ്, -30 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ഭയങ്കര ഫ്രോസിങ് ടെമ്പറേച്ചറാണ്, നമ്മൾ തണുത്തുറയ്ക്കുന്ന ടെമ്പറേച്ചറാണ്. അപ്പോൾ -273 ഡിഗ്രി സെൽഷ്യസിനെ പറ്റി ചിന്തിച്ച് നോക്കുക. അത് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന അസാധ്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചറാണ്, നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു ടെമ്പറേച്ചറാണ്. കാരണം ആ ടെമ്പറേച്ചറിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന വസ്തുവിന് അവിടെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. അത്രയും കുറഞ്ഞ ടെമ്പറേച്ചറാണ്. ഇപ്പൊ ഏറ്റവും മിനിമം ടെമ്പറേച്ചറാണ് -273 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഇനി അതിനെ കെൽവിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ അത് 0 കെൽവിനാണ്. എൻതാൽപ്പി നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ടൊന്നും പോകണ്ട. എൻതാൽപ്പിയുടെ ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ ഓർത്തിരിക്കുക, H = U + PV ആണ്. എനർജിനോട് സിമിലാരിറ്റി ഉള്ള ഒരു ടേം ആണെന്നുള്ളത് മാത്രം അറിഞ്ഞിരിക്കുക. ഡെഫിനേഷൻ പറയുമ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി. U എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജിയാണ്, P പ്രഷറാണ്, V വോളിയാണ്. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദി സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. ഈ രീതിയിൽ ഇക്വേഷൻ വെച്ചിട്ട് അതിന്റെ ഡെഫിനേഷൻ പറഞ്ഞാൽ മതി. ഇനി അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ആണ്. എൻട്രോപ്പി ഈസ് ദ ഡിഗ്രി ഓഫ് ഡിസോർഡർ ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ഡിസോർഡറിന്റെ അളവാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർ ഇല്ലാത്ത അവസ്ഥ. ആ ഓർഡർ ഇല്ലാത്ത അവസ്ഥയുടെ അളവാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഒരു സാധനം ഒട്ടും ഓർഡർ ഇല്ലാതെ കിടക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ പറയും എൻട്രോപ്പി കൂടുതലാന്ന് പറയും. ഇനി ഭയങ്കര ഓർഡറിൽ അടക്കം ചിട്ടയിലിരിക്കുന്നെങ്കിൽ നമ്മൾ പറയും എൻട്രോപ്പി കുറവാന്ന് പറയും. അപ്പൊ നമുക്ക് ലോജിക് മനസ്സിലാക്കാൻ പറയാം, ഐസിന് എൻട്രോപ്പി കുറവാണ്. കാരണം ഐസിന്റെ അകത്തുള്ള എല്ലാ മോളിക്യൂൾസും പക്കയായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുള്ളൂ, ഇങ്ങനെ ഒഴുകി നടക്കൂല. അതുകൊണ്ട് ഐസിന് എൻട്രോപ്പി കുറവാണ്. വെള്ളം എടുത്ത് നോക്കുക, ഈ ഐസ് അലന്ന് വെള്ളമായി കഴിഞ്ഞാൽ അത് അതിന് തോന്നിയ രീതിയിൽ ഒഴുകി കിടക്കും. അവിടെ ഡിസോർഡർ വളരെയധികം കൂടുതലാണ്. അപ്പൊ നമുക്ക് പറയാം എൻട്രോപ്പി കൂടുതലാണ്. അപ്പൊ ഡിസോർഡർ കൂടുതലാണെങ്കിൽ, ഒരു അച്ചടക്കം അല്ലെങ്കിൽ ആ പറയുന്ന ഓർഡർ ഇല്ലായ്മ വളരെ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് എൻട്രോപ്പിയും കൂടുതലായിരിക്കും.
ഇനി 3 ടൈമും കൂടെ ഉണ്ട്: ഹീറ്റ്, വർക്ക്, അതുപോലെ തന്നെ ഇന്റേണൽ എനർജി. ഹീറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ പലരും ടെമ്പറേച്ചർ ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ ടെമ്പറേച്ചർ ഒന്നുമില്ല. ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞ പോലെ കോൾഡ്നെസിന്റെയും ഹോട്ട്നെസിന്റെയും, ചൂടിന്റെയും തണുപ്പിന്റെയും ഒരു മെഷർമെന്റ് മാത്രമാണ്. പക്ഷേ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജിയാണ്. അപ്പൊ നമ്മൾ സാധാരണ എനർജി എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഹീറ്റ് എന്ന് പറഞ്ഞാലും എനർജി പല ഫോമിലുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഫോമാണ് ഹീറ്റ് എന്ന് പറയുന്നത്. എനർജിയുടെ പല ഫോംസിൽ ഒരു ഫോമാണ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹീറ്റ് ഈസ് ദ എനർജി, ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. അത് എപ്പോൾ ഉണ്ടാവുന്ന എനർജിയാ? വിച്ച് ഫ്ലോസ് ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. രണ്ട് വസ്തുക്കൾ തമ്മിൽ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടെങ്കിൽ അന്നേരം ഫ്ലോ ചെയ്യുന്ന എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കപ്പിൽ ചായ വെച്ചേക്കുവാണ്. ചായ തിളച്ചാണ് ഇരിക്കണേ. അതിന്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. പുറത്തെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ടെമ്പറേച്ചർ ഇവിടെ കൂടുതൽ, ഇവിടെ കുറവാണ്. അപ്പൊ ഹീറ്റ് സ്വാഭാവികമായിട്ടും ചൂട് ചായയിൽ നിന്ന് പുറത്തോട്ടാണ് ഫ്ലോ ചെയ്യുക. അന്നേരമാണ് ചായയുടെ ചൂടാവുന്നത്. ഇനി എപ്പോൾ വരെ ഹീറ്റ് ഫ്ലോ ചെയ്യും? ചായയുടെ ചൂട് പുറത്തെ എയറിന്റെ ടെമ്പറേച്ചറിനോട് തുല്യമാവുന്നത് വരെ, അതായത് 30 ഡിഗ്രി സെൽഷ്യസ് ആവുന്നത് വരെ. രണ്ടൊരു 30 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഹീറ്റ് എന്ന് പറഞ്ഞ സാധനം ഫ്ലോ ചെയ്യില്ല. അപ്പൊ ഹീറ്റ് എന്ന് പറഞ്ഞ സാധനം ഫ്ലോ ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചറിൽ വ്യത്യാസം വേണം. രണ്ടുപേരും തമ്മിൽ ടെമ്പറേച്ചറിൽ വ്യത്യാസം വേണം. അപ്പൊ നമുക്കറിയാം ഹീറ്റ് ഈസ് ദ എനർജി ഫ്ലോ ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇനി സൈൻ കൺവെൻഷൻ ഓർത്തിരിക്കണം. അതായത് ഹീറ്റ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അത് എപ്പോഴാണ് പോസിറ്റീവ് ആണ്, എപ്പോഴാണ് നെഗറ്റീവ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കണം. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചത് നിങ്ങൾ എങ്ങനെയാണ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഹീറ്റ് നിങ്ങൾ ക്യാഷ് പോലെ കാണാം. അതായത് ക്യാഷ് നമ്മുടെ കയ്യിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവാണ്, നമുക്ക് ഇഷ്ടമാണ്. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നെഗറ്റീവാണ്. അതുപോലെ തന്നെയാണ് ഹീറ്റും. ഹീറ്റ് അബ്സോർബ്ഡ് ബൈ സിസ്റ്റം, നമ്മുടെ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. ഹീറ്റ് സിസ്റ്റത്തിന്റെ അകത്തോട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് പോസിറ്റീവാണ്. ഹീറ്റ് റിലീസ്ഡ് ഫ്രം ദ സിസ്റ്റം, ഹീറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വെളിയിലോട്ടാണ് പോയേക്കണേ, സിസ്റ്റത്തിൽ നിന്ന് വെളിയിലോട്ടാണ് പോയേക്കണമെങ്കിൽ അത് നെഗറ്റീവാണ്. ഇനി വർക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എപ്പോഴാണ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞത്? നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കണം. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്തെങ്കിലും സാധനത്തിൽ, ഒരു ബെഞ്ചേൽ പിടിച്ച് തള്ളി. ആ തള്ളുന്ന സമയത്ത് ആ ബെഞ്ച് ഫ്രണ്ടോട്ട് നീങ്ങി, അതായത് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്ക്. വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ വെൻ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഒബ്ജക്ട് കോസസ് ഇറ്റ് ടു മൂവ്. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് മൂലം ഒരു വസ്തു ഫ്രണ്ടോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സാധനമാണ് വർക്ക്. ഇനി വർക്കും ഇതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആവാം. ഇനി ഇതും നിങ്ങളെ വെച്ചിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, നമ്മളാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ പണിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ അത് പോസിറ്റീവ്, അത് നല്ലത്. വർക്ക് ഡൺ ടു ദ സിസ്റ്റം, നമ്മുടെ മേലെ പണിയെടുക്കുകയാണ്, നമ്മുടെ സിസ്റ്റമാണ് നമ്മുടെ മേലെയാണ് പണിയെടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അത് നെഗറ്റീവ്. ആ രീതിയിൽ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. നമ്മളാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവ്, നമ്മുടെ മേലെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, സിസ്റ്റം ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആണ്, സിസ്റ്റത്തിന്റെ മേലെ ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് ആണ്. അപ്പൊ ഹീറ്റ് പോസിറ്റീവ് നെഗറ്റീവ് എപ്പോഴാണ്, വർക്ക് പോസിറ്റീവ് നെഗറ്റീവ് എപ്പോഴാണെന്നുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇന്റേണൽ എനർജിയാണ്. ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള എനർജി ഒന്നുമല്ല. ഈ ഹീറ്റ് എന്ന് പറയുന്ന പോലെ പുറത്തുനിന്ന് ചൂടാക്കുമ്പോൾ കിട്ടുന്ന എനർജി ഒന്നുമല്ല. പക്ഷെ ഒരു സിസ്റ്റം എടുത്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ അകത്തുള്ള എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ എനർജി. നമ്മളൊരു കണ്ടെയ്നറിന്റെ അകത്ത് ഗ്യാസ് നിറച്ച് വെച്ചിരിക്കുക, എന്തെങ്കിലും ഒരു ഗ്യാസ്, ഇപ്പൊ നൈട്രജൻ ഗ്യാസ് ആയിരിക്കാം. ആ ഗ്യാസിന്റെ അകത്ത് ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ മോളിക്യൂൾസിന് സ്വന്തമായിട്ട് എനർജി ഉണ്ട്. ആ എനർജിക്കുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാസിന്റെ മോളിക്യൂൾസ് ഒക്കെ എപ്പോഴും മോഷനിലായിരിക്കും, എപ്പോഴും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കും. ഒരു കുറെ ടെന്നീസ് ബോൾ നമ്മൾ ഒരു ബക്കറ്റിലോട്ട് ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഇങ്ങനെ കുലുക്കുന്ന പോലെയാണ്. അപ്പൊ ടെന്നീസ് ബോൾസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഗ്യാസിന്റെ മോളിക്യൂൾസ്, അവരൊക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്, നമുക്കറിയാവുന്ന ഒരു എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ സാധനം. അപ്പൊ അതവർക്ക് വെളിയിൽ നിന്ന് ചൂടാക്കുമ്പോൾ കിട്ടുന്ന എനർജി ഒന്നുമല്ല, സ്വന്തമായിട്ട് അവർക്ക് ഉള്ളിലുള്ള എനർജിയാണ്. ഇങ്ങനെ ഒരു വസ്തുവിന്റെ ഉള്ളിലുള്ള എനർജീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി ഈസ് ദ എനർജി ഇൻ ദ മോളിക്യൂൾസ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ മോളിക്യൂൾസിന്റെ അകത്ത് വരുന്ന എനർജീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ എനർജി. ഇനി ഈ എനർജിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞാനിപ്പോൾ ഈ പറയുന്ന മോളിക്യൂൾസ് എല്ലാം ഇങ്ങനെ മോഷനിലാന്ന് പറഞ്ഞു, ഇവരെല്ലാം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ അടിയിൽ നിന്ന് തീ കത്തിച്ചു, ഒരു സ്റ്റവിന്റെ മേലെ കൊണ്ടുപോയി വെച്ചിട്ട് തീ കത്തിച്ച് കഴിഞ്ഞിട്ടല്ലോ ഇവരുടെ ടെമ്പറേച്ചർ കൂടും, ഈ ഗ്യാസിന്റെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഈ മോളിക്യൂൾസ് എല്ലാം ഭയങ്കര സ്പീഡിൽ മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഭയങ്കര സ്പീഡിൽ, ആദ്യം പതിയായിരുന്നു മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞ സാധനം ടെമ്പറേച്ചറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷനലാണ്. അതിന്റെ അർത്ഥം എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇന്റേണൽ എനർജി കൂടും, അതാണ് അതിന്റെ അർത്ഥം. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇന്റേണൽ എനർജി ഓൾസോ ഇൻക്രീസസ്. എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്താണെന്നുള്ളതാണ്. നമുക്കൊരു വസ്തു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാന്ന് പറഞ്ഞെങ്കിൽ 3 ടൈപ്പ് ഇക്വിലിബ്രിയത്തിലായിരിക്കണം ആ സിസ്റ്റം.
മൂന്ന് ടൈപ്പ് ഇക്വിലിബ്രിയം കൂടി ചേരുമ്പോഴാണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് ആദ്യത്തെ ആള് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആണ്, രണ്ടാമത്തെ ആള് തെർമൽ ഇക്വിലിബ്രിയം ആണ്, മൂന്നാമത്തെ ആള് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. ഈ മൂന്ന് ഇക്വിലിബ്രിയം കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. If the system is in thermal equilibrium, mechanical equilibrium and chemical equilibrium, then it is said to be in thermodynamic equilibrium. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. ഇനി മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്, ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ, എഫിന്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്കത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അതായത് ഒരു ഡെസ്ക് ആയിരിക്കും ഇത്. ഈ ഡെസ്കിനെ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് പിടിച്ച് വലിക്കുക. എങ്ങനെ രണ്ടുപേര് പിടിച്ച് വലിക്കുകയാണ്, രണ്ടുപേരും ഒരേ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് വലിക്കണേ. ഈ ഡെസ്കോട് നനങ്ങോ ഇല്ല. അതായത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിന്റെ വാല്യൂ 0 ആണ്. കാരണം ഇങ്ങടേക്ക് ഒരു 10 അല്ലെങ്കിൽ ഒരു 100 എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ട് വിചാരിക്കുക. അതേ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുണ്ട്. അത് രണ്ട് ക്യാൻസൽ ആയി പോകും. 100 ഒരു 100 പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ 100 നെഗറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 100 പ്ലസ് മൈനസ് 100 ചെയ്യുമ്പോൾ 0 ആയി പോകും. ടോട്ടൽ ഫോഴ്സ് 0 ആണെങ്കിൽ നമുക്ക് അവിടെ പറയാം മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. ഇനി തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ, ഈ പറയുന്ന സിസ്റ്റം ഇതിപ്പോൾ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാൻ അതിന്റെ വെളിയിലുള്ളതൊക്കെ സറൗണ്ടിങ് ആണ്. ഈ പറയുന്ന സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ടെമ്പറേച്ചറിൽ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പറയാം തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഇനി കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിസ്റ്റത്തിനകത്ത് ഒരു കെമിക്കൽ റിയാക്ഷനും ഇല്ല. ദർ ഈസ് നോ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിനെ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ആണ്. അപ്പൊ എന്താണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ആ വാക്കിന്റെ അർത്ഥത്തിൽ നമുക്ക് തുടങ്ങാം. ക്വാസി സ്റ്റാറ്റിക്, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ അനങ്ങാതെ നിൽക്കുക എന്നുള്ളതാണ്. ക്വാസിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എന്നാണ്, അതായത് ഏതാണ്ട്. അപ്പൊ ഏതാണ്ട് അനങ്ങാതെ നിൽക്കുന്ന അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വാസി സ്റ്റാറ്റിക് മീൻസ് ഓൾമോസ്റ്റ് സ്റ്റാറ്റിക്, അതായത് ഏതാണ്ട് നിശ്ചലാവസ്ഥയിലുള്ള പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാസി സ്റ്റാറ്റിക്. അതായത് പ്രോസസ്സ് നടക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്നുണ്ട്, പക്ഷെ അത് വളരെ സ്ലോയിലായിട്ടുള്ള പ്രോസസ്സാണ്. വളരെ സ്ലോയിലാണ്. എങ്ങനെ സ്ലോയിലാ? അതായത് പുറത്തു നോക്കുന്ന ഒരാൾക്ക് അത് ഓൾമോസ്റ്റ് നിശ്ചലാവസ്ഥയിലായിട്ടാണ് ഫീൽ ചെയ്യുള്ളൂ. അതായത് നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ സ്ലോ റേസിൽ പങ്കെടുത്തു സൈക്കിളും കൊണ്ട്, നിങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ഒരിക്കലും നിങ്ങൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തണ്ട. കാരണം നിങ്ങൾ അത്ര സ്ലോയാ. അത് പുറത്തു നോക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ചുമ്മാ അവിടെ നിശ്ചലായിട്ട് അവിടെ നിൽക്കുമെന്നാണ് തോന്നുള്ളൂ. അത്രയും സ്ലോ ആയിട്ടുള്ള പ്രോസസ്സുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ഇനി തെർമോഡൈനാമിക്സിൽ ഈ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും സ്ലോ ആകുമ്പോൾ, ഇവിടെ പറയുന്നത് ഇൻഫിനിറ്റ്ലി സ്ലോ എന്നാട്ടോ, അതായത് നമ്മൾ ചിന്തിക്കാവുന്നതിന്റെ അപ്പുറം സ്ലോ. അപ്പൊ അത്രയും സ്ലോ ആണെങ്കിൽ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സിന്റെ ഓരോ സ്റ്റേജിലും, അതായത് ഈ പ്രോസസ്സ് ഓരോ സ്റ്റേജിലാണല്ലോ അങ്ങനെ കൊണ്ടുപോകണം. ഒന്നാമത്തെ സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആണല്ലോ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടക്കണേ. പക്ഷെ ഈ പ്രോസസ്സൊക്കെ ഭയങ്കര സ്ലോ ആയതുകൊണ്ട് 1 ൽ നിന്ന് 2 എത്തുക എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ പ്രോസസ്സാണ്. അതായത് അത്രയും സ്ലോ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന സിസ്റ്റം ഇതിന്റെ ഓരോ സ്റ്റേജിലും പരസ്പരം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതായത് എപ്പോഴും തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ. ഒരു സിസ്റ്റം ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിലാണ് വിചാരിക്കുക, അതിന്റെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 100 ആയിരിക്കും, 100 കെൽവിൻ. ചുമ്മാ സങ്കല്പിക്കുക കേട്ടോ. തൊട്ടടുത്ത സ്റ്റേജിൽ അതിന് ടെമ്പറേച്ചർ 100 എനിക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മൊത്തം എഴുതണം കേട്ടോ. 100 കേട്ടാൽ മാത്രം മതി. 100.000000000000 കുറേ സീറോ ഇട്ടിട്ട് 1 അത്രയാണ് കൂടുള്ളൂ. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ 100, രണ്ടാമത്തെ സ്റ്റേജിൽ 100.0000 സംതിങ്. അപ്പൊ അതിനർത്ഥം നമുക്ക് നോക്കിക്കഴിയുമ്പോൾ പ്രോസസ്സ് നടക്കുന്നുണ്ട്. 100 നിന്ന് 100.000001 ആയി. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സ്ഥലത്ത് ഏതാണ്ട് ടെമ്പറേച്ചർ സെയിം അല്ലേ? അതായത് ടെമ്പറേച്ചർ സെയിം ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇക്വിലിബ്രിയത്തിലാണ് അല്ലേ? അപ്പൊ ഇതേപോലെ രണ്ട് സ്റ്റേജുകൾ തമ്മിൽ പരസ്പരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്, ഒരു മാറ്റമില്ല. പക്ഷേ പ്രോസസ്സ് ഫ്രണ്ടോട്ട് നടക്കുന്നുണ്ട്. ഇത്രയും സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. അപ്പൊ ഇത്രയും പറഞ്ഞാൽ ഈ ക്വാസി സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സ്റ്റാറ്റിക് എന്നാണ്. ഈ പ്രോസസ്സ് ഇൻഫിനിറ്റ്ലി സ്ലോ പ്രോസസ് ആണ്. ഇനി ഇൻഫിനിറ്റ്ലി സ്ലോ പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം അതിന്റെ ഓരോ സ്റ്റേജിലും തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അടുത്ത് നമുക്ക് നോക്കാനുള്ള 6ാമത്തെ ക്വസ്റ്റ്യൻ, ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. എല്ലാ ലോസും നമുക്ക് പഠിക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തെർമോഡൈനാമിക്സിന്റെ ഓരോ നിയമങ്ങളും, 0th ലോ, 1st ലോ, 2nd ലോ, 3 ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് 3 സിസ്റ്റങ്ങളെ പറ്റിയിട്ടാണ്. എ, ബി, സി എന്ന് പറഞ്ഞ 3 സിസ്റ്റം ഉണ്ട്. അവരുടെ ടെമ്പറേച്ചർ ആണ് ടി എ, ടി ബി, ടി സി എന്ന് പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ ഇവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനെയും ബിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് അഡയബാറ്റിക് വാളാണ്. എയും സിയും തമ്മിലും അതുപോലെ തന്നെ ബിയും സിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഡയാതെർമിക് വാളാണ്. അഡയബാറ്റിക് വാളിന്റെ പ്രത്യേകത നമുക്കറിയാം, അത് ഹീറ്റിനെ കടത്തിവിടില്ല. അതായത് എയും ബിയും തമ്മിൽ ഒരു രീതിയിലും ഹീറ്റ് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും കടന്നുപോകില്ല.
പക്ഷേ അതേസമയം എയും സിയും തമ്മിലും ബിയും സിയും തമ്മിലും ഡയതെർമിക് വാള, അതായത് ഇവിടെ നിങ്ങളുടെയൊക്കെ ഹീറ്റ് കടന്നു, ഇവിടെ നിങ്ങളുടെയൊക്കെ ഹീറ്റ് കടന്നു, ഇവർ തമ്മിൽ ഹീറ്റ് കൈമാറും. ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എക്കും ബിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറ്റ് കൈമാറാൻ പറ്റില്ല. പക്ഷേ എക്ക് സി ആയിട്ടും കൈമാറാം, അതുപോലെ തന്നെ ബിക്ക് സി ആയിട്ടും കൈമാറാം. ഇങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ പടം പിടിച്ച് വെച്ചാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ചായ എന്ന് പറഞ്ഞ സാധനം 100 ഡിഗ്രിയിൽ ഇരിക്കുമായിരുന്നു, പുറത്തെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അപ്പൊ ഈ ചായ എന്ന് പറഞ്ഞ സാധനത്തിന് തെർമൽ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തണമെങ്കിൽ, തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെയും പുറത്തുള്ള സറൗണ്ടിങ്ങിന്റെയും ടെമ്പറേച്ചർ സെയിം ആവണം, 230 ആവണം. അങ്ങനെ 30 ആവണമെങ്കിൽ എന്താ, ഈ ചായയിൽ നിന്ന് പുറത്തോട്ട് ഹീറ്റ് പോകണം അല്ലെ. ചായനെ തെർമൽ ഫ്ലാസ്കിൽ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. അതായത് ഈ വാളെന്ന് പറഞ്ഞ സാധനം അഡയബാറ്റിക്കാണ്. അതായത് തെർമൽ ഫ്ലാസ്കിൽ ഇട്ട് വയ്ക്കുന്ന അവസ്ഥയാണെങ്കിൽ അവിടെ തെർമൽ ഇക്വിലിബ്രിയം ഒരിക്കലും എത്താനായിട്ട് സാധിക്കില്ല. അതായത് ഹീറ്റ് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കൈമാറിയാൽ മാത്രമാണ് ഇവർ ടെമ്പറേച്ചർ ഒരുപോലെയായിട്ട് മാറുള്ളൂ, ടിയും ടി ബിയും ഈക്വൽ ആവുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിൽ അഡയബാറ്റിക് വാൾ ഇരിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഒരിക്കലും ഡയറക്ട്ലി തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇവരന്നേരം ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും സിയും തമ്മിൽ കോൺടാക്ട് ഉണ്ട്. അപ്പൊ ഇവർ തമ്മിൽ ഹീറ്റ് കൈമാറും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ എയുടെ ടെമ്പറേച്ചറും സിയുടെ ടെമ്പറേച്ചറും നമ്മൾ ഈക്വൽ ആവും. അത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ടി എ സികളുടെ എന്തായിട്ട് മാറും, ടി സി ആയിട്ട് മാറും. അതുപോലെ ബിയും സിയും തമ്മിൽ ഹീറ്റ് കൈമാറും. കൈമാറുന്ന സമയത്ത് എന്താ, ടി ബി സികളുടെ ടി സി ആയിട്ട് മാറും. അവർ രണ്ടുപേരുടെയും ടെമ്പറേച്ചർ ഒരുപോലെ ആവും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടുപേരും ടെമ്പറേച്ചർ ടി സിനോട് ഈക്വൽ ആന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ടി ഐ സിക്വൽ ടു ടി ബി എന്നാണ്. അപ്പൊ അവര് ഡയറക്റ്റ് തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തിയില്ല, പക്ഷേ ഇവര് ഇൻഡയറക്ട്ലി തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേർന്നു. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവണേ. ഇവിടെ പറഞ്ഞത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം അല്ല കേട്ടോ, തെർമൽ ഇക്വിലിബ്രിയം. തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചറിനെ പറ്റി മാത്രം നമ്മൾ പറഞ്ഞോളൂ. ടെമ്പറേച്ചർ ഈക്വൽ ആയി കഴിഞ്ഞാൽ തെർമൽ ഇക്വിലിബ്രിയം ആയി. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ ഇക്വിലിബ്രിയം വേണം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം വേണം, അതുപോലെ തന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം വേണം. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ കൺഫ്യൂഷൻ വരരുത്, തെർമൽ ഇക്വിലിബ്രിയം വേറെ, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം വേറെ. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് ടു സിസ്റ്റംസ് ആർ ഇൻ, പറഞ്ഞു നോക്കോട്ടോ, ഇഫ് ടു സിസ്റ്റംസ്, അത് എയും ബിനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് രണ്ട് സിസ്റ്റം മൂന്നാമതൊരു സിസ്റ്റവുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേർന്നാൽ ആദ്യം പറഞ്ഞ രണ്ട് സിസ്റ്റം പരസ്പരം തെർമൽ ഇക്വിലിബ്രിയത്തിലാവും. ഇതാണ് ഈ ലോ എന്ന് പറഞ്ഞത്. ഇഫ് ടു സിസ്റ്റംസ് ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം, ഈ രണ്ട് സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, വിത്ത് എ തേർഡ് സിസ്റ്റം, ദെൻ ദ ടു സിസ്റ്റംസ് ആർ ഓൾസോ ഇൻ തെർമൽ ഇക്വിലിബ്രിയം. എയും ബിയും സി എന്ന് പറയുന്ന സിസ്റ്റത്തിനോട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എയും ബിയും പരസ്പരം തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇതാണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ പടം വരച്ച് ഈ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. അപ്പൊ അടുത്തത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. അപ്പൊ നമുക്കതൊരു പിസ്റ്റൺ സിലിണ്ടർ, നമ്മുടെ എഞ്ചിന്റെ ഒക്കെ പ്രവർത്തനം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒരു എഞ്ചിൻ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഫ്യൂവല് കത്തിച്ച് അതിൻ്റെ അകത്തോട്ട് ഹീറ്റ് സപ്ലൈ ചെയ്യണം അല്ലെ. ഹീറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ അകത്തോട്ട് കൊടുക്കണം. അതായത് ഫ്യൂവല് അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ കത്തിച്ച് നമ്മൾ ഹീറ്റ് അകത്തോട്ട് കൊടുക്കും. ആ ഹീറ്റ് അകത്തോട്ട് എടുക്കുമ്പോൾ അവിടെ പൊട്ടിത്തെറി ഉണ്ടായി, ഇവിടെ പിസ്റ്റൺ മൂവ് ചെയ്യും. പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ വർക്ക് ഉണ്ടാവുന്നത്. പിസ്റ്റൺ താഴത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ വർക്ക് ഉണ്ടായി നമ്മൾ പറയും. അപ്പൊ ഇതിന്റെ വെളിയിൽ നമുക്ക് കിട്ടുന്നത് വർക്കാണ്. അകത്തോട്ട് ഹീറ്റ് കൊടുത്തു, പുറത്ത് നമുക്ക് കിട്ടുന്നത് വർക്ക്. പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന മൊത്തം ഹീറ്റും വർക്കായിട്ട് കൺവേർട്ട് ആവില്ല. നമ്മളിപ്പോ ഇവിടെയുള്ള ഇതിന്റെ ഈ ഫ്യൂവലിട്ട് അല്ലെങ്കിൽ ഇത് ഗ്യാസ് ആയിരിക്കട്ടെ, ഇതിന്റെ അകത്ത് ഈ ഗ്യാസിന്റെ അകത്തോട്ട് നമ്മൾ ഹീറ്റ് കൊടുത്തു. ആ ഹീറ്റിന്റെ ഒരു ഭാഗം നമ്മുടെ ഗ്യാസ് എന്ത് ചെയ്യും, ഇന്റേണൽ എനർജി കൂട്ടാനായിട്ട് യൂസ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഗ്യാസ് എന്ന് പറഞ്ഞ സാധനം ഹീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് കൂടും, അതിന്റെ മോളിക്യൂൾസിന്റെ സ്പീഡ് കൂടി കൈനറ്റിക് എനർജി ഇൻക്രീസ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അത്രയും കോംപ്ലിക്കേഷനിലോട്ട് പോകണ്ട, ഇത്ര അറിഞ്ഞാൽ മതി. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ മൊത്തം ഹീറ്റിനെ അത് വർക്കായിട്ട് കൺവേർട്ട് ആവില്ല. പകരം കുറച്ച് ഹീറ്റ് നമ്മുടെ ഗ്യാസ് എന്ത് ചെയ്യും, അതിന്റെ ഇന്റേണൽ എനർജി കൂട്ടാനായിട്ട് യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ബാലൻസ് ഉള്ളതാണ് വർക്കായിട്ട് കൺവേർട്ട് ആവുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കി, നമ്മൾ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞ ഹീറ്റ് കൊടുത്തു. അതിൻ്റെ അത് ഡെൽറ്റ യു എന്ന് പറയുന്ന ചെറിയൊരു ഭാഗം ഇന്റേണൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വന്ന ബാലൻസ് ഉള്ളതിനെയാണ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് എഴുതാം. ഇനി വീണ്ടും തിരിച്ചെഴുതുമ്പോൾ എങ്ങനെ എഴുതാം, ഡെൽറ്റ ക്യൂ ഡെൽറ്റ യു സെയിം. ഡെൽറ്റ ഡബ്ല്യുവിന്റെ സ്ഥാനത്ത് വർക്കിന്റെ ഇക്വേഷൻ ആണ്, നമ്മൾ അത് ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ ആണ് പി ഡെൽറ്റ വി, പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് പറഞ്ഞത്, ഹീറ്റ് സപ്ലൈഡ് സിസ്റ്റം ഈസ് പാർട്ട്ലി യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി. നമ്മൾ സിസ്റ്റത്തിന്റെ അകത്തോട്ട് കൊടുത്ത ഹീറ്റിന്റെ ഒരു ഭാഗം, പാർട്ട്ലി എന്ന് പറഞ്ഞ ഒരു ഭാഗം നട ചെറിയൊരു ഭാഗം ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. റെസ്റ്റ് ഈസ് യൂസ്ഡ് ടു വർക്ക്. അത് കഴിഞ്ഞ് ബാലൻസ് ഉണ്ടായിരുന്ന എന്താണോ അതിനെ നമ്മൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്തു. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉള്ളതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലോ ആണ്. അത് കാരണം രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആണ് വരുന്നത്. ഒന്നാമത്തെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ ക്ലോസ് സ്റ്റേറ്റ്മെന്റ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടും പഠിക്കണം, കെൽവിൻ പ്ലാങ്കിന്റെ സ്റ്റേറ്റ്മെന്റും പഠിക്കണം, ക്ലോസസിന്റെ സ്റ്റേറ്റ്മെന്റും പഠിക്കണം. എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പറഞ്ഞത് എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നത് ഇമ്പോസിബിൾ ആണ്.
അതായത് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് ഡിവൈസ് എന്നാണ് രണ്ടുപേരും പറഞ്ഞത്. എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നത് ഇമ്പോസിബിൾ ആണ്. രണ്ടുപേരും പറഞ്ഞത് പക്ഷെ വേറെ വേറെ സാധനങ്ങളെ പറ്റിയിട്ടാണ്. പക്ഷെ അവർ പറഞ്ഞത് എന്താ, ഇന്ന സാധനം ഉണ്ടാക്കല് നടക്കൂല, ഇമ്പോസിബിൾ ആണെന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. അപ്പൊ ഇവർ രണ്ടുപേരും എന്തുണ്ടാക്കല് നടക്കൂല എന്നാ പറഞ്ഞതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിൻ്റെ അകത്തോട്ട് പോകുന്നതിന് മുന്നേ എഞ്ചിന്റെ പ്രവർത്തനം നമ്മൾ കുറച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കണം. തെർമോഡൈനാമിക്സിൽ അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെൽവിൻ പ്ലാങ്ക് പറഞ്ഞത് ഹീറ്റ് എഞ്ചിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ നടുക്കുള്ളത് ഹീറ്റ് എഞ്ചിനാണ്. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ ശരിക്കും എന്താ ചെയ്യണം, നമ്മൾ പറഞ്ഞു വണ്ടിയുടെ എഞ്ചിനൊക്കെ തന്നെയായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അകത്തോട്ട് കൊടുക്കുന്ന, മേലത്തെ ഫിഗറിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അകത്തോട്ട് കൊടുക്കുന്ന ഹീറ്റാ, പുറത്ത് നമുക്ക് കിട്ടുന്ന എന്താ, വർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഹീറ്റ് കൊടുത്തിട്ട് നമുക്ക് വർക്ക് കിട്ടണം. അതാണ് നമ്മുടെ എഞ്ചിൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പെട്രോൾ വെച്ച് കത്തിച്ച് അല്ലെങ്കിൽ ഗ്യാസ് ഉപയോഗിച്ച് കത്തിച്ച് ചെയ്യുമ്പോൾ വണ്ടി ഫ്രണ്ടോട്ട് നിൽക്കണം, അതാണ് വർക്ക്. ഹീറ്റ് അകത്തോട്ട് കൊടുക്കുമ്പോൾ വർക്ക് പുറത്ത് കിട്ടും. അപ്പോൾ എപ്പോഴും ഹീറ്റ് എഞ്ചിൻ ആവട്ടെ, ഇനി താഴെ പറയുന്ന ഡിവൈസ് ആവട്ടെ, ഇവരെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ രണ്ട് ടെമ്പറേച്ചറുള്ള ബോഡികളുടെ ഇടയിലെ വർക്ക് ചെയ്യുള്ളൂ. ഒന്ന് ഹോട്ട് ബോഡി, രണ്ടാമത്തെ കോൾഡ് ബോഡി. ഹോട്ട് ബോഡിനെ വിളിക്കുന്ന വേറെ പേരാണ് സോഴ്സ്, കോൾഡ് ബോഡിനെ വിളിക്കുന്ന വേറെ പേരാണ് സിങ്ക്. അതിനകത്ത് ഹോട്ട് ബോഡി എന്ന് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ ഗ്യാസ് അല്ലെങ്കിൽ പെട്രോൾ, ആ കത്തുന്ന സാധനത്തിന്, ചൂടുള്ള സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോട്ട് ബോഡി. ഇനി കത്തി തീർന്നിട്ട് നമ്മൾ ഈ പറയുന്ന ഹീറ്റൊക്കെ പുറത്തോട്ട് തള്ളിക്കളാണ് എങ്ങനെയാ, വേസ്റ്റ് ആയിട്ടുള്ള ഹീറ്റൊക്കെ, സൈലൻസർ വഴി പുകയൊക്കെ പോകുമ്പോൾ ഹീറ്റൊക്കെ പുറത്തോട്ട് നഷ്ടപ്പെട്ടു പോലെ, അതെങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോകണേ, അറ്റ്മോസ്ഫിയറിലോട്ടാണ്. ഈ അറ്റ്മോസ്ഫിയർ ആണ് കോൾഡ് ബോഡി. അകത്തുള്ള ഫ്യൂവലിന് നല്ല ചൂടാണല്ലോ, അത് ഹോട്ട് ബോഡി. പുറത്തുള്ള അറ്റ്മോസ്ഫിയറിന് തണുപ്പാണല്ലോ, അത് കോൾഡ് ബോഡി. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് എപ്പോഴും ഹീറ്റ് എഞ്ചിൻസ് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ ഇവിടെ ഹീറ്റ് എഞ്ചിനാണ് കാണിച്ചത്. ഹീറ്റ് എഞ്ചിൻ എന്താ ചെയ്യണേ, ഈ ഹോട്ട് ബോഡിയിൽ നിന്ന്, അതായത് പെട്രോൾ കത്തി അല്ലെങ്കിൽ ഗ്യാസ് കത്തി, അതിൽ നിന്ന് ഹീറ്റിനെ വലിച്ചെടുക്കും. ഹീറ്റിനെ വലിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ഭാഗം ഹീറ്റിനെ അത് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും, കുറച്ച് ഭാഗത്തിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് W കിട്ടും. Q1 ആയിട്ട് വലിച്ചെടുത്തേ, അതിൻ്റെ അകത്ത് കുറച്ച് അത് വർക്കായിട്ട് കൺവേർട്ട് ചെയ്തു, പക്ഷെ കുറച്ച് ഭാഗം പുറത്തോട്ട് നഷ്ടപ്പെട്ടു പോകും. അതായത് Q2 എന്ന് പറഞ്ഞത് ഹീറ്റ് പുറത്തോട്ട് നഷ്ടപ്പെട്ടു പോയി, ഈ സൈലൻസർ വഴിയും റേഡിയേറ്റർ വഴിയൊക്കെ പുറത്തോട്ട് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും Q1 മൈനസ് Q2 ആണ് അല്ലെ. Q1 ആണ് കിട്ടിയത്, Q2 നഷ്ടപ്പെട്ടു പോയി, അത് കഴിഞ്ഞിട്ട് ബാലൻസ് എന്താണോ ഉള്ളത് അതിനെയാണ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ വർക്കിനെ നമുക്ക് പറയാം Q1 മൈനസ് Q2 ആണ്. ശരിക്കും അങ്ങനെയാണ് ഹീറ്റ് എഞ്ചിൻ വരേണ്ടത്. പക്ഷെ ഇവിടെ വരച്ചിരിക്കുന്ന ഫിഗർ പകരം ഈ Q2 എന്ന് പറഞ്ഞ സാധനമില്ല, അതായത് ഈ സിങ്ക് എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല, അതില്ല. അവിടെ നിങ്ങൾ പടം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, അത് ഞാൻ വരച്ചെടുത്ത എങ്ങനെയാണ്. അവിടെ ആകെ ഉള്ളത് ഇത്ര സാധനം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കാണുമ്പോൾ ഇവിടുത്തെ ഹീറ്റ് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സോഴ്സിൽ നിന്ന്, അതായത് ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുത്തു, അതിനുശേഷം ആ കംപ്ലീറ്റ് ഹീറ്റിനെയും വർക്കായിട്ട് കൺവേർട്ട് ചെയ്തു. ഇവിടെ നിങ്ങൾ വർക്കിന്റെ വാല്യൂ ഒക്കെ കഴിഞ്ഞാൽ മനസ്സിലാവും, അത് Q1 തന്നെയാണ്. അതായത് കംപ്ലീറ്റ് എത്ര ഹീറ്റിനെ എടുത്തോ ആ കംപ്ലീറ്റ് ഹീറ്റിനെയും വർക്കായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ കെൽവിൻ പ്ലാങ്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ, ഈ പറയുന്ന എഞ്ചിൻ കൺസ്ട്രക്ട് ചെയ്യുക, നിർമ്മിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അതായത് ഒരു എഞ്ചിൻ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും കുറച്ച് ഹീറ്റിനെ വെളിയിലോട്ട് നഷ്ടപ്പെടുത്തി കളയും. അതല്ലാതെ മൊത്തം ഹീറ്റിനെയും വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതാണ് കെൽവിൻ പ്ലാങ്ക് പറഞ്ഞത്. ഇനി ഒന്ന് വായിച്ചു നോക്കുക. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഹീറ്റ് എഞ്ചിൻ ദാറ്റ് കൺവേർട്സ് ഓൾ ഹീറ്റ് സപ്ലൈഡ് ഇറ്റ് ഇൻ ടു വർക്ക്. അതായത് അതിൻ്റെ അകത്തോട്ട് നമ്മൾ കൊടുത്ത മൊത്തം ഹീറ്റിനെയും വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു എഞ്ചിൻ നിർമ്മിക്കുക അസാധ്യമാണ്. വിത്തൗട്ട് റിജക്ടിങ് സം ഹീറ്റ് ഇൻ ടു കോൾഡ് ബോഡി. കുറച്ച് ഹീറ്റിനെയൊക്കെ കോൾഡ് ബോഡിയിലായിട്ട് നഷ്ടപ്പെടുത്തി കളയണം. അപ്പൊ കെൽവിൻ പ്ലാങ്കിന്റെ തിയറി പ്രകാരം നമ്മൾ ഇവിടെ ഈ വരച്ചിരിക്കുന്ന, ഇതിന്റെ കീഴെ വരച്ചിരിക്കുന്ന ഈ ഒരു എഞ്ചിൻ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, കെൽവിൻ പ്ലാങ്കിന്റെ തിയറി പ്രകാരം ദിസ് ഡിവൈസ് ഇസ് നോട്ട് പോസിബിൾ. ഇത് നിർമ്മിക്കുക എന്ന് പറഞ്ഞത് അസാധ്യമാണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ താഴെ വരച്ചു വെച്ചേക്കണ കാണുമ്പോ ഇതിന് ഉണ്ടാക്കാൻ പറ്റുമെന്ന കെൽവിൻ പ്ലാങ്ക് പറഞ്ഞെന്നുള്ളത് തെറ്റിയിരിക്കരുത്. ഈ സാധനം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കെൽവിൻ പ്ലാങ്ക് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ക്ലോസസ് ഞാൻ പറഞ്ഞു, എന്തോ ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ് തന്നെ സ്റ്റാർട്ട് ചെയ്യണേ. പക്ഷെ ഡിവൈസ് വ്യത്യാസമുണ്ട്. മേലെ ഹീറ്റ് എഞ്ചിൻ ആണെങ്കിൽ താഴെ റെഫ്രിജറേറ്ററാണ്. റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിന്റെ ഫ്രീസറൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഫ്രിഡ്ജ് തന്നെ. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ നമുക്കറിയാം, റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞ സാധനത്തിൽ, അല്ലെങ്കിൽ നമ്മൾ AC ഇതൊക്കെ ഏതാണ്ട് തുല്യമായിട്ടുള്ള സാധനങ്ങളാട്ടോ. AC ആയിട്ട് വേണമെങ്കിൽ സങ്കല്പിച്ചോ, കുറച്ചും കൂടെ ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പാകത്തിന്. AC നമ്മുടെ റൂമിൻ്റെ അകത്ത് AC ഇതാണ് നമ്മുടെ റൂം. അപ്പൊ AC എന്താ ചെയ്യണേ, മേലെ പഠിച്ച എഞ്ചിൻ്റെ അകത്തോട്ട് ഹീറ്റ് കയറുന്നു, പുറത്തോട്ട് നമുക്ക് വർക്ക് കിട്ടുക ചെയ്തത് അല്ലെ, ഹീറ്റിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്തു. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ, ഹീറ്റിനെ വെളിയിലോട്ട് തള്ളിക്കളയുകയാണ്. ഹീറ്റിനെ വെളിയിലോട്ട് തള്ളിക്കളയും അല്ലേ. AC നമ്മൾ റൂമിൽ ഓൺ ആയി കഴിഞ്ഞാൽ അത് ഹീറ്റിനെ വെളിയിലോട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ തന്നെ തള്ളിക്കളയോ? ഇപ്പൊ AC കറണ്ട് ഇല്ല, വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ AC തന്നെ പ്രവർത്തിക്കുമോ? തന്നെ ഹീറ്റ് വെളിയിലോട്ട് തള്ളിപ്പോവോ? ഒരിക്കലുമില്ല. അതായത് നാച്ചുറലി നമ്മൾ AC ഒന്നും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഹീറ്റ് അകത്തോട്ട് കയറി വരുള്ളൂ. അപ്പൊ AC എന്താ ചെയ്യുക, നേരെ ഇതിനെ അകത്തുള്ള ഹീറ്റ് നേരെ പുറത്തോട്ട് തള്ളിക്കളയും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AC-ലോട്ട് ഇലക്ട്രിക് കറണ്ട് കൊടുക്കും. ആ ഇലക്ട്രിക് കറണ്ട് അവിടെ ചെയ്യുന്ന വേറെ ഒന്നുമല്ല, വർക്കാണ് ചെയ്യുന്നത്.
ഇപ്പോൾ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ പറയുന്ന ഹീറ്റ് എഞ്ചിന്റെ നേരെ ഓപ്പോസിറ്റാണ്. ഹീറ്റ് എഞ്ചിൻ അകത്തോട്ട് ഹീറ്റ് കൊടുത്തു, പുറത്ത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വർക്ക് കിട്ടി. പക്ഷെ ഇതെന്താ ചെയ്യണേ, അകത്തോട്ട് നമ്മൾ ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ചിട്ട് വർക്ക് കൊടുത്തു, ഹീറ്റ് നേരം പുറത്തോട്ട് തള്ളിക്കളഞ്ഞു. നേരെ റിവേഴ്സ് ആണ് അല്ലേ. അപ്പൊ ഇവിടെ റെഫ്രിജറേറ്ററിന്റെ പടം വരച്ചിട്ടുണ്ട്. റെഫ്രിജറേറ്ററിന്റെ പടത്തിൽ അപ്പൊ വർക്ക് അകത്തോട്ടാ. ഇവിടെ പടം ഒന്ന് വരയ്ക്കുക കേട്ടോ. വർക്ക് എന്ന് പറഞ്ഞ സാധനം അകത്തോട്ടാണ്. വർക്ക് അകത്തോട്ട് നമ്മൾ റെഫ്രിജറേറ്ററിന്റെ അകത്തോട്ട് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോൾഡ് ബോഡി, അതായത് അത് നമ്മുടെ റൂമാട്ടോ, ഇത് നമ്മുടെ റൂമാണ്. കോൾഡ് ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂം. നമ്മുടെ റൂമിൽ നിന്ന് ഹീറ്റിനെ എടുത്ത്, Q2 എന്ന് പറഞ്ഞ ഹീറ്റിനെ എടുത്ത് ആ ഹീറ്റിനെ വെളിയിലോട്ട്, അറ്റ്മോസ്ഫിയർ ചൂടാണ്, അറ്റ്മോസ്ഫിയറിലോട്ട് തള്ളിക്കളയും. അപ്പൊ ഇതാണ് നമ്മുടെ റെഫ്രിജറേറ്റർ ചെയ്യണേ. അപ്പൊ ഈ റെഫ്രിജറേറ്റർ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഹീറ്റ് ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലോട്ട് ട്രാവൽ ചെയ്യുള്ളൂ, അതായത് ഇടത്തുനിന്ന് വലത്തോട്ട് ട്രാവൽ ചെയ്യുള്ളൂ. പക്ഷേ ഈ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ AC ഉള്ളത് കൊണ്ടാണ് കോൾഡ് ബോഡിയിൽ നിന്ന് നേരെ തിരിച്ച് ഹോട്ട് ബോഡിയിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആവാനുള്ള കാരണം. അപ്പൊ ഈ രീതിയിൽ ഫ്ലോ റിവേഴ്സ് ചെയ്യണമെങ്കിൽ, കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലോട്ട് ഹീറ്റിനെ നമ്മൾ തള്ളിക്കളയണമെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ഇയാൾ വേണം. ഞാൻ പറഞ്ഞില്ലേ, കറണ്ട് വേണം. കറണ്ട് ഉപയോഗിച്ചിട്ട് അവിടെ വർക്ക് ചെയ്യണം. അല്ലാണ്ട് കറണ്ട് ഇല്ലാത്തപ്പോൾ AC തന്നെ അകത്തുനിന്നുള്ള റൂമിൽ നിന്നുള്ള ഹീറ്റിനെ വെളിയിലോട്ട് തള്ളിക്കളയില്ല. അപ്പൊ ഈ എക്സ്റ്റേണൽ വർക്ക് എന്ന് പറയുന്ന ആൾ അവിടെ നിർബന്ധമാണ്. പക്ഷെ ഇവിടുത്തെ പടത്തിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ഒരു എക്സ്റ്റേണൽ വർക്കിന്റെ പടമില്ല അവിടെ. അത് ഞാൻ എക്സ്ട്രാ വരച്ചു ചേർത്താ. അപ്പൊ ക്ലോസിസ് പറയുന്നത് ഇത്രേ ഉള്ളൂ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് ദിസ് ഡിവൈസ്. ഈ വരച്ചിരിക്കുന്ന പടത്തിലുള്ള ഡിവൈസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഇമ്പോസിബിൾ ആണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ, അക്കോർഡിംഗ് ടു ക്ലോസിസ് സ്റ്റേറ്റ്മെന്റ് ദിസ് ഡിവൈസ് ഇസ് നോട്ട് പോസിബിൾ. അപ്പൊ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് ദാറ്റ് ട്രാൻസ്ഫോം. നേരെ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഹീറ്റ് എഞ്ചിൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയരുത്, ഡിവൈസ് എന്നാണ് പറയാവുള്ളൂ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് ദാറ്റ് ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം കോൾഡ് ബോഡി ടു ഹോട്ട് ബോഡി വിത്തൗട്ട് എക്സ്റ്റേണൽ വർക്ക്. അതായത് എക്സ്റ്റേണൽ ഒരു വർക്കിന്റെ സഹായം കൂടാതെ കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലോട്ട് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇതാണ് ക്ലോസിസിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ ഇപ്പൊ 3 ലോസ് ആയി. 0th ലോ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോയിൽ 2 പാർട്ടായിട്ടാണ് വരുന്നത്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ക്ലോസിസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഈ പടം വരച്ച് തന്നെ നന്നായിട്ട് മനസ്സിലാക്കി ഈ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കാനായിട്ട് പറ്റണം. 3 ലോയും അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവണം.